ഇതിന് വേറെ സ്റ്റോക്ക് ഉണ്ടോ ഇനി താറിൽ? ഉണ്ട്. താറ് പെട്രോൾ ഉണ്ട്, പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് തുറന്ന് വരാനുണ്ട്, നാളെ വരാണ്ടല്ലോ. DST ആണ് ഇതിൽ വരും. 1.5 DST ആണ് തോന്നുന്നു. 1.5 DST ആണ്. ഓക്കെ. ടർബോ നല്ല പവർഫുൾ എഞ്ചിനാണ്. ടൈഗോൺ ഉപയോഗിക്കണം, 1.5 ഉപയോഗിക്കണം. പവർ കിട്ടണമെങ്കിൽ 2021 മോഡൽ Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ക്രിസ്റ്റ. ഓട്ടോ എത്ര പോയി? ഓട്ടോണ് ഇതിന് ഹൈലൈറ്റ് വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 12,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സെൽറ്റോസ്. ഒരു കോമ്പാക്ട് SUV ഓടിക്കണം, സേഫ്റ്റിയിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഒരു 12 to 15 മൈലേജ് ഉണ്ടാവും അല്ലേ? ഏകദേശം. എല്ലാവർക്കും നമസ്കാരം. ഷമീർ കെയുടെ രണ്ടാം പാർട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷറി വാഹനങ്ങളെ കൂടുതൽ കാണിച്ചത്. അപ്പോൾ ഇന്ന് രണ്ടാം പാർട്ടിൽ ചെറുവാഹനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. എല്ലാം കൂടി ഉൾക്കൊള്ളിക്കുക. പക്ഷേ ഫ്രണ്ട് തന്നെ കാണുന്ന പോലത്തെ ലക്ഷറി കണ്ടിട്ട് ചെറുതുണ്ട്. ഓക്കെ, പേടിക്കണ്ട, എല്ലാം കൂടെ. ഓക്കെ. അപ്പോൾ ഷമീസ് കാസിലാണ് ഇന്നത്തെ വീഡിയോ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പെട്രോളിയം പമ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അതാണ് ഷമീസ് കാസ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഏത് വാഹനത്തിന് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്, ധൈര്യമായിട്ട് വരാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണുക. അതിൽ ലക്ഷറി വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അത് ഒരുപാട് വാഹനമില്ല, തട്ടിയ വണ്ടി അങ്ങനത്തെ നല്ല വണ്ടികൾ അങ്ങനെ എല്ലാ വണ്ടികളും ഉദ്ദേശിച്ചത് അതല്ല. ബ്രാൻഡിങ്, ഓരോ ബ്രാൻഡും അതിൻ്റെ ഓരോ സെഗ്മെൻറ്റും ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. നിങ്ങൾക്ക് കാർ നിങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഷമീർക്ക? ഓക്കെ. നമുക്ക് ആദ്യം എന്നാൽ പിന്നെ ലക്ഷറിയിൽ അങ്ങ് തുടങ്ങാം, എന്നിട്ട് ചെറുതിലേക്ക് പോകാം അല്ലേ? ആദ്യം BMW 520D ആണ്, 5 സീരീസ് വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2017 മോഡല്, 18 രജിസ്ട്രേഷനുള്ള 520D ഓട്ടോ പാർക്ക് വരുന്ന ലക്ഷറിയിലാണ്. ഓക്കെ, ഓട്ടോ പാർക്കിംഗ് വരുന്നുണ്ട്. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, പാർക്ക് ചെയ്തോളൂ വന്നിട്ട്, അത്രേ ഉള്ളൂ. കമ്പനി സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയതാണോ? വാറണ്ടി പീരീഡ് വരെ ഫുൾ കമ്പനി സർവീസ്, അതിനുശേഷം മക്ക സെന്ററിനാണ് സർവീസ് ചെയ്യുന്നത്. മക്ക സെന്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. വാറണ്ടി വരെ ഫുൾ BMW കമ്പനി ഷോറൂമാണ്. ഓക്കെ, ബാക്കി വരുന്നത് മക്ക സെന്റർ. മക്ക സർവീസ് ഇപ്പോൾ ലാസ്റ്റ് സർവീസ് ചെയ്തോളൂ 84,000 കൂടി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് മന്ത് സർവീസ് ചെയ്തോളൂ. 84,000 പോയിട്ടുണ്ട്. ലക്ഷറി ലൈൻ ഓട്ടോ പാർക്ക് വരുന്ന BMW 520D ഡീസൽ വാഹനമാണ്. ഒരു 12 റേഞ്ചിലൊക്കെ മൈലേജ് ഉണ്ടാവും. 12 അറൗണ്ട്. ഓക്കെ, ഏകദേശം അത്രയും മൈലേജും കിട്ടുന്നുണ്ട്. ഓക്കെ, കേരള വണ്ടിയാണ്. അതെ, പെർഫോമൻസ് കാറാണ്, കേരള വണ്ടിയാണ്. പിന്നെ ഇത് എംസ്പോർട്ട് ലുക്ക് ഗ്രില്ലിലേക്ക് മാറ്റുന്ന ആളുകളുണ്ട്, നോക്കിയെടുത്തിട്ട് വേണമെങ്കിൽ മാറ്റുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ ആസ്ക് ചെയ്തത് 34,50,000, 34,50,000 രൂപയാണ് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന വില. അത് എന്തായാലും കുറച്ച് തരുന്ന വിലയാണ് അല്ല? ഫൈനലാണോ? ഈ വണ്ടി നോക്കുന്ന ആൾ എന്നോട് അതിന് കുറച്ചൊക്കെ ഉണ്ടാവും എന്ന് ചോദിക്കാം. കാരണം ആ വിലക്ക് എവിടെ കിട്ടുക? 530, 520 കിട്ടുക. ഷമീർഖാന്റെ അടുത്ത് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ആ പ്രതീക്ഷ നമ്മൾ തെറ്റിക്കില്ല. അറൗണ്ട് എത്ര തന്നെ ഒരു 32 ലക്ഷം രൂപ ലോണും കിട്ടും. നല്ല പാർട്ടിയാണ്. മാത്രമല്ല കേരള വണ്ടിയാണ്, വണ്ടിന്റെ പരിപാടിയില്ല. വീണ്ടും എടുത്ത് പറയാണ്. അടുത്ത വണ്ടിയിലോട്ട് വരാം. അടുത്തതാ ബെൻസ് ആണ്, മെർസിഡസ് ബെൻസ് E250 ആണ്. ചെറിയ വണ്ടി എവിടെ വരാനിരിക്കുന്നുള്ളൂ. ഓക്കെ, വെയിറ്റിംഗ്. ഓക്കെ, KL11 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഇതെങ്ങനെ ഷമീർ ഡീറ്റെയിൽ? 2015 മോഡല്, 2016 രജിസ്ട്രേഷൻ ഡെലിവറി ഉള്ള സിംഗിൾ ഓണർ, KL11 രജിസ്ട്രേഷൻ, ഫാൻസി നമ്പർ, ബെൻസിന്റെ E250 ടോപ്പിന്റെ വേരിയന്റ്. ഏറ്റവും ടോപ്പിന്റെ അവൻഗാർഡിന്റെ മോഡൽ വരുന്ന ഈ എഡിഷൻ പാനോറമിക് സൺറൂഫ് വരും, ബിഗ് സ്ക്രീൻ വരും, ഷിഫ്റ്റിംഗ് വരും, ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ്. ഓക്കെ, 15 മോഡൽ 16 രജിസ്ട്രേഷൻ. 15 മോഡൽ 16 ഡെലിവറി, 16 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് സിംഗിൾ, ഫാൻസി നമ്പർ. ഓട്ടോ എത്ര പോയത്? 74,000 ഫുള്ളി കമ്പനി സർവീസ്. 76,000 ഫുൾ ഹിസ്റ്ററി ലഭ്യമാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കേരള വണ്ടി തന്നെയാണ് ഇതും, വേറെ പറയാനില്ല. പ്രൈസിങ് കൂടെ പറഞ്ഞോളൂ. പ്രൈസ് നമ്മൾ 26,75,000 രൂപ. 26.25 ലക്ഷം. അതാണ് ഇപ്പോൾ 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു E ക്ലാസ്. ഏറ്റവും ടോപ്പിൻ്റെ അവങ്ങാണ്ട് മോളിൽ വരുന്ന ഓപ്ഷനാണ്. എഡിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഓക്കെ, ലോണ് എത്ര കിട്ടാൻ? 22 ലക്ഷം വരെ ലോൺ സൗകര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചോളൂ. ഫുൾ കമ്പനി സർവീസ് പോയൊരു വാഹനമാണ്, പ്രോപ്പർ കേരള വണ്ടി.
അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ പ്രീമിയം എന്ന് മാറി നമ്മൾ ചെറിയൊരു വാഹനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹോണ്ട സിറ്റിയാണ്, KL9 പാലക്കാട് രജിസ്ട്രേഷനുള്ള ഹോണ്ട സിറ്റി. ഇപ്പോൾ ഇറങ്ങുന്ന ഷേപ്പിൻ്റെ മുന്നത്തെ ഓക്കെ പറഞ്ഞോളൂ. 2019 മോഡല് 20 രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി ഡീസൽ വി ഓപ്ഷൻ. വി ഫുള്ളിൻ്റെ താഴേക്ക് മിഡിൽ ZX VX VSE അങ്ങനെയാണ് വരേണ്ടി വരും. വി ആണ് ഇതിൽ ഓപ്ഷൻ ആയിട്ട് വരും. അതെ, അത്യാവശ്യം ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ് വരും, എയർ ബാഗ് വരും, ABS വരും, ക്ലൈമറ്റ് കൺട്രോൾ വരും, ഇൻബിൽഡ് സെറ്റ് വരും. നല്ല അടിപൊളി ടയർസാണ്, അടിപൊളി പുതിയ ടയറാണ്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്, 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കലി ചെറിയൊരു മൈനസ് ഉണ്ട്. വണ്ടി ഓണർഷിപ്പ് 4th ആയിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ 2 ആളെ യൂസ് ചെയ്തിട്ടുള്ളൂ. ടെക്നിക്കലി 4th ആയി. ഫസ്റ്റ് 2020 സമയത്ത് Euro 4 വണ്ടികൾ 10 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കില്ല എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ടൈമിൽ കമ്പനിയുടെ ഡീലർഷിപ്പിൻ്റെ പേരിലേക്ക് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തു. പിന്നെ ഒരു കസ്റ്റമർ വാങ്ങിച്ചു, അയാളെ ഒരു നോൺ പ്രൊഫഷണൽസിന് വേണ്ടി 2ാമത്തെ ആൾ പേരിലേക്ക് മാറ്റി. പിന്നെ ഞാൻ വാങ്ങിച്ച ആൾ അയാളെ പേരിലേക്ക് മാറ്റി. 2 ആളെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ടെക്നിക്കലി 4th ഓണറായി. വണ്ടി ഉപയോഗിച്ചത് 2 ആളാണ്. പക്ഷേ ലോണെല്ലാം കിട്ടും. ലോൺ കൊടുക്കും, ബാങ്ക് ചോദിച്ചു ലോൺ. എന്തായാലും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. വണ്ടി ക്വാളിറ്റി വെഹിക്കിളാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല മൈലേജ് ഉണ്ടാവും. 20 above മൈലേജ് കിട്ടും. അതാണ് മെയിൻ്റെനൻസും വലിയ രീതിക്കൊന്നും വരാത്ത വണ്ടി. നല്ല സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും ചെയ്യാനല്ലേ, ജസ്റ്റ് ഒരു പോളിഷ് അടിച്ച് പിടിച്ചാൽ മതി, തിളങ്ങും വണ്ടി. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയ 2019 വി ഓപ്ഷൻ ഡീസൽ സിറ്റി എത്ര കൊടുക്കാം? 9,25,000 രൂപ. 9.25 ലക്ഷം. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഫുൾ ഹിസ്റ്ററി കാര്യമെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്കൊരു 8.5 ലോൺ കിട്ടും. അതിന് 8-ന് മുകളിൽ എന്തായാലും കിട്ടും. 8.5 വരെ കണ്ടാൽ ഒരു 1 lakh കണ്ടിറക്കാൻ പറ്റും. ഇതിന് മാർക്കറ്റിൽ പോയി ഇവിടെ തന്നെ നമ്മൾ വേറെ സുഹൃത്തിൻ്റെ ഒരു കയ്യിൽ ഡീലർ കയ്യിൽ വണ്ടിയുണ്ട്, ഒരു 10.5 പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അത് സെക്കൻഡ് ഓണർ വണ്ടി. എനിക്ക് അറിയുന്ന വണ്ടിൻ്റെ കൂടെ ഒരു 11 രൂപ ചോദിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് 9,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഒരു വാഹനം. അടുത്ത വണ്ടിയിൽ കിയ സെൽട്ടോസ് KL16 രജിസ്ട്രേഷൻ വാഹനമാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വരുന്ന ഒരു സെൽട്ടോസ്. എങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല്. ഓക്കെ, കിയ സെൽറ്റോസിൻ്റെ HTX ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ഡീസലിൽ വരുന്ന X+ ആണ് ഫുള്ള് തൊട്ട് താഴെ. അതിൽ സീറ്റ് വെന്റിലേഷൻ വരില്ല, 360 ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, സൺറൂഫ് അടക്കം വരുന്നതാണ്. അലോയ്സ്, എയർ ബാഗ്, എല്ലാ ABS എല്ലാ സാധനവും വരും. ഓക്കെ, കിയൻ്റെ വാറണ്ടി എത്ര വരുന്നുണ്ട്? 3 year ആണ് പറഞ്ഞത്. 3 year ആണ്. അപ്പോൾ 26 വരെ 2026 വരെ വാറണ്ടി ഉണ്ട്. 3-ാം മാസം വരെ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണറാണ്. ഓട്ടോ എത്ര പോയി? ഓട്ടോണ് ഇതിന് അതിനായിട്ട് വെറും 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 12,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സെൽറ്റോസ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. CVT അല്ലല്ലോ ഇതിൽ വരും അല്ല? ഇല്ല, IVT ആണ് വരിക. ഓക്കെ, അപ്പോൾ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം, ഒരു 17 ആ റേഞ്ച് കിട്ടും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. മാനുവൽ ആണെങ്കിൽ യൂസ് ചെയ്താൽ GT ലൈൻ കിട്ടുന്ന മൈലേജ് 17. ഓക്കെ, നോക്കി യൂസ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്ക് ചെയ്തത് 19,20,000. 19-20 2023 വെറും 12,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് HTX സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ അറൗണ്ട് 17,000 എന്തായാലും കിട്ടും. 17,500. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കണ്ടാൽ ഇറക്കാൻ പറ്റും. ഒരു 1-1.7 ഒക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് MG ഹെക്ടർ ആണ്. ഹെക്ടർ പ്ലസ് പ്ലസാ 6 സീറ്ററാണ് വാഹനം. KL9 പാലക്കാട്. അതെ, പാലക്കാട്. ഓക്കെ, KL9 പാലക്കാട് രജിസ്ട്രേഷൻ 6 സീറ്റർ വാഹനമാണ്. ഹെക്ടറിന്റെ സീറ്റർ ഹെക്ടർ പ്ലസ് 2021 മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഹൈലൈറ്റ് കിലോമീറ്റർ വെറും 17,000 മാത്രം ഓടിയിട്ടുള്ളൂ. 17,000 ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ് CVT ഓട്ടോമാറ്റിക് അല്ല? ഓക്കെ, അപ്പോൾ പെട്രോളിൽ അതേ ഉള്ളൂ. ഓട്ടോമാറ്റിക് പാനോറാമിക് സൺറൂഫ് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി വാഹനം. ക്യാപ്റ്റൻ സീറ്റാണ് വരിക. മിഡിൽ റോയും ഫ്രണ്ട് റോയും ബാക്ക് റോയും. ക്യാപ്റ്റൻ സീറ്റ് അല്ല, ബാക്ക് റോ സാധാ സീറ്റാണ്. സീറ്റ് കവർ വരെ പൊളിച്ചിട്ടില്ല. അത്രയും വാറണ്ടി MG കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല, വാറണ്ടി 2000. വാറണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ വർഷം കഴിയായിരിക്കും. ഓക്കെ, ഏകദേശം. അപ്പോൾ വാറണ്ടി കഴിയാനായിട്ട് നമുക്ക് നോക്കിയിട്ട് വേണേൽ എടുക്കാൻ പറ്റും. വേറെ ക്ലെയിമോ കാര്യമോ ഒന്നുമില്ലല്ലോ? ടച്ചപ്പ് പോലും ഇല്ല, ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി. ഓക്കെ, എത്രയാ ഇപ്പോൾ?
നമ്മൾ ആസ്കിങ് 16,25,000 രൂപ. 2021 മോഡൽ ഹെക്ടർ പ്ലസ് ആണ്. 16,25,000 രൂപയ്ക്ക് 17,000 ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. CVT അല്ല, DST അല്ല, സോറി DCT, DST ഫോക്സ് വാഗൺ ഡൈറ്റ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോൺ എത്ര കയറും? ഒരു 15 എന്തായാലും കയറും. നല്ല 15 സുഖമായിട്ട് ഇറക്കാം. 1.25 ലക്ഷം രൂപ വേണ്ടാൽ ട്രാക്ക് ഉണ്ടാവും. ഇതൊക്കെ പറയുന്നത് നല്ല ട്രാക്കുള്ള കസ്റ്റമർക്കാണ്. ട്രാക്ക് ഒരു വിഷയമാണ്. ഓക്കെ, അടുത്ത ഇന്നോവ ക്രിസ്റ്റയാണ്. ഇത് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? KL 11 സിംഗിൾ ഓണർ, 2021 മോഡല്, G4 ഓട്ടോമാറ്റിക്, കൺവേർട്ടഡ് ടു Z പോലെ ആക്കിയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയിൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. Zന്റെ സീറ്റ് കവർ ഉണ്ട്, ബാക്ക് ലൈറ്റ് മാറിയിട്ടുണ്ട്, ഒരുപാട് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അലോയ്സ് അഡീഷണൽ നല്ല അടിപൊളി അലോയ്സ് മാറ്റിയിട്ടുണ്ട്. വണ്ടി സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വണ്ടി ഒരു വെറൈറ്റി ലുക്കുള്ള സാധനം. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ്, അപ് ടു ഡേറ്റ് കമ്പനി സർവീസ്. ഒരു പുറത്തൊരു വർക്ക്ഷോപ്പ് പോലും കയറിയിട്ടില്ല. കേരള വണ്ടിയാണ്. പിന്നെ അടുത്ത് കോഴിക്കോട് വണ്ടി. പറയണ്ട, കേരളങ്ങൾ പറയേണ്ടത് കോഴിക്കോട്. ഓക്കെ, അത്രയും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മളൊരു സുഹൃത്തിന്റെ യൂസ് ചെയ്ത അയാളെ സ്വന്തം പേരിലുള്ള വണ്ടി. അതെ, എത്രയും ഇപ്പോൾ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 23,75,000 രൂപ. 23.25 ലക്ഷം രൂപയ്ക്ക് 2021 75,000 കിലോമീറ്റർ ഓടിയ G4 ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ കൺവേർട്ട് ചെയ്തൊരു വാഹനം. അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാത്രം ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അത്രയും ഫീച്ചേഴ്സ് ചെയ്ത വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഷിമിർക്ക് ലോൺ മാക്സിമം കയറുമല്ലോ? 20 ലക്ഷത്തിന് മുകളിൽ കിട്ടും അല്ലേ? ഓക്കെ, ഇതാ ഒരു കോമ്പാക്ട് സെഡാൻ വാഹനം വന്നിരിക്കുകയാണ്. ഹോണ്ട അമേസ് ന്യൂ ഷേപ്പാണ്. ന്യൂ ഷേപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും ന്യൂ ഷേപ്പ് വാഹനമാണ്. ഗ്രില്ല് മാറി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പാണ്. KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2023 അമേസ് ഓട്ടോമാറ്റിക് CVT S ഓട്ടോമാറ്റിക് എസ് ആണ് ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ CVT. അതെ, ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ വാഹനമാണ്. 2023. വാറണ്ടി 25 വരെ ഉണ്ടോ എന്ന് തോന്നുന്നു. 2026 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. ഓട്ടോ എത്ര പോയി? വെറും 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണറാണ്. അതിന്റെ നീറ്റ് ഉണ്ടാവുന്നതായിരിക്കും. ഒരു ക്ലെയിം ഒന്നും ഒരു റീപ്ലേസ്മെന്റിലും ഒന്നുമില്ല. ഓക്കെ, നല്ല സീറ്റ് കവേഴ്സ് ഉണ്ട്. ടയേഴ്സും ആ കിലോമീറ്ററിന്റെ ടയേഴ്സ് തന്നെ. അത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, CVT ഓട്ടോമാറ്റിക്കിന് മൈലേജ് ഒരു 15ന്റെ ഉള്ളിലായിട്ട് കണ്ടാൽ മതി. അറൗണ്ട് ഏകദേശം 11 മുതൽ അവർ റേഞ്ച് കണ്ടാൽ മതി. ഓക്കെ, പ്രൈസിങ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 8,50,000 രൂപ. 8.5 ലക്ഷത്തിന് 2023 S ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് ഹോണ്ട അമേസ്. 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അമേസ് അങ്ങ് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ലോൺ ഒരു 7 ലക്ഷത്തിന് മുകളിൽ എന്തായാലും കിട്ടുമല്ലോ. ഓക്കെ, വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത ഒരു ഓട്ടോമാറ്റിക് വാഹനമാണെന്നുണ്ടെങ്കിൽ എടുക്കാം ധൈര്യമായിട്ട്. അടുത്ത വണ്ടി ഇതാ ഒരു കിഡിലൻ കോമ്പാക്ട് SUV വന്നിരിക്കുകയാണ്. ഫോർഡ് എക്കോ സ്പോർട്ട്. ഡീസലാണോ ഇത്? ഡീസൽ വാഹനം. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ ഷിമിർക്ക് കാര്യങ്ങൾ? 2021 മോഡല് എക്കോസ്പോർട്ടിന്റെ SC എന്ന് പറഞ്ഞ വേരിയന്റ് എന്ന് വെച്ചാൽ ടൈറ്റാനിയം പ്ലസിന്റെ മുകളിൽ വരുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് SC എന്ന് പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ പോലെ ഇറങ്ങിയതാണല്ലേ? ഓക്കെ, 2021 ആണ്. ഡീസൽ വാഹനം. മൈലേജ് ഒരു 17 പാണ്ടൊക്കെ കിട്ടൂല എന്തായാലും? ഏകദേശം കിട്ടുന്നുണ്ട് അല്ലേ? 6 എയർബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി സ്പോർട്ട് വണ്ടിയാണ് ഇത്. സൺറൂഫ് വരും. വേറെ വ്യത്യാസം എന്താ വെച്ചാൽ സ്റ്റെപ്പിന് ബാക്ക് സൈഡിലല്ല വരിക, അടിയിലാണ് കമ്പനി വരുന്നത് അങ്ങനെ തന്നെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതാണ് എക്കോ സ്പോർട്ടിന്റെ സാധാരണ എല്ലാത്തിന്റെ പുറകിലാണ് സ്റ്റെപ്പിന് ഉണ്ടാകാറ്. ഇത് അടിയിലാണ്. ഡോർ സെപ്പറേറ്റ് കാണും. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല. കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഹിസ്റ്ററി ചെയ്യാം. ഫോർഡിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫോർഡ് തിരിച്ചു വരുന്നത് കേൾക്കുന്നുണ്ട്. വരട്ടെ, അന്ന് അടിപൊളി. ഇത് ഇറങ്ങി സ്റ്റോപ്പ് ചെയ്ത സമയത്ത് മാർക്കറ്റ് പെട്ടെന്ന് ആളുകൾ എക്കോസ്പോർട്ട് പേടിയായിരുന്നു. അത് കഴിഞ്ഞു. ലാസ്റ്റ് ഇയർ മുതൽ ഇങ്ങോട്ട് ഇപ്പം എക്കോസ്പോർട്ടിന് നല്ല എൻക്വയറി. ഇപ്പൊ എക്കോസ്പോർട്ടിന്റെ മാർക്കറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നല്ല എക്കോസ്പോർട്ട് കിട്ടാനില്ല. നല്ല ബോർഡിൽ കൂടി എക്കോസ്പോർട്ട് കുറവുള്ളതേ നല്ല എൻക്വയറി ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമ്മളെ വില 8,50,000 രൂപ ചോദിക്കുന്നു. 8.5 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ടൈറ്റാനിയം പ്ലസിന് മുകളിൽ വരുന്ന ഓപ്ഷനാണ്. 8,50,000 2021 എക്കോസ്പോർട്ട് ഡീസൽ വാഹനം സ്വന്തമാക്കാം. ഒരു 7.5 ലോൺ കിട്ടും. 1 ലാഖ് കണ്ടവർക്കാവും.
ഇറക്കാൻ പറ്റും. അതിൻ്റെ ശരിക്കും ഇതിൻ്റെ മുകളിൽ കിട്ടുന്നതാണ്, പക്ഷെ നിർത്തിപ്പോയ വണ്ടി എന്നുള്ള ആൾക്ക് 7ന്റെ മുകളിൽ എന്തായാലും കിട്ടും എന്തായാലും. ഓക്കെ, നോക്കാം മാക്സിമം കിട്ടുമോ നോക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് അടിപൊളി ഒരു കോമ്പാക്ട് SUV വീണ്ടും വന്നിരിക്കുകയാണ്. ടാറ്റ പഞ്ചാണ്, KL32, ചേർത്തല രജിസ്ട്രേഷൻ, ആലപ്പുഴ ജില്ല, ചേർത്തല രജിസ്ട്രേഷൻ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനം. അതെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2022 പഞ്ച് ഓട്ടോമാറ്റിക് AMT ആണ്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയന്റ്. അഡ്വഞ്ചർ ആണ് വേരിയന്റ്. എത്ര ഓട്ടം പോയി? കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, നോർമൽ ഓട്ടോ ആണ്. അതെ, ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല, ക്ലെയിം ഇല്ല, സർവീസ് ഉള്ള നല്ല ക്ലാസ് വണ്ടി, സ്പോർട്ടി കളറുള്ള. അതെ, അടിപൊളി കളറുമാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് SUV ഓടിക്കണം, സേഫ്റ്റിയിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഒരു 12 to 15 മൈലേജ് ഉണ്ടാവും അല്ലേ? ഏകദേശം മൈലേജ് ഉണ്ടാവും. അത്രയും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ഫൈനൽ 7 lakhs കൊടുക്കാം. 7 ലക്ഷത്തിന് 2022 അഡ്വഞ്ചർ ടാറ്റ പഞ്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു 6 ലക്ഷം വരെ ലോൺ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, താല്പര്യമുണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ ഒരു മഹീന്ദ്ര ഥാർ വന്നിരിക്കുകയാണ്, നല്ലൊരു ബ്ലാക്ക് ഥാർ അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡല് താറ് 4x4 ഹാർഡ് ടോപ്പ് മാനുവൽ. ഡീസൽ മാനുവൽ 4x4 അല്ല? 4x4. ഓക്കെ, ഓട്ടം 22,000 22,000. 21 മോഡലല്ലേ പറഞ്ഞത്? 21 മോഡൽ. 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ലൊരു അടിപൊളി 4x4 ഹാർഡ് ടോപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് താറാണ്. മാനുവൽ ആണ്, മാനുവൽ ഡ്രൈവ് ആണ്. മൈലേജ് ഒരു 12 റേഞ്ചൊക്കെ നോക്കിയാൽ മതി. 12-13 കിട്ടും മാനുവൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് ഫൈനൽ 15 ലക്ഷം രൂപ കൊടുക്കാം. 15 ലക്ഷത്തിന് 4x4 മാനുവൽ ഥാർ 2021 മോഡൽ. അതെ, KL11 രജിസ്ട്രേഷൻ ഉള്ള വാഹനം. ഇതിന് വേറെ സ്റ്റോക്ക് ഉണ്ട് ഇനി താറിൽ? ഉണ്ട്, താറ് പെട്രോൾ ഉണ്ട്, പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് വരാനുണ്ട്, നാളെ വരാണ്ടല്ലേ? ഓക്കെ, അപ്പോൾ വേറെ ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ലോൺ എത്ര കയറും, മാക്സിമം കയറും? ഇതിന് നമുക്ക് 12.5 ലക്ഷം റുപ്യ ഒരു പാർട്ടിക്ക് പാസ്സായിരുന്നു. അവർ 13.5 കിട്ടണം എന്ന് പറഞ്ഞായിരുന്നു. അവർക്ക് സിബിൽ സ്കോർ കുറവായതുകൊണ്ട് കിട്ടിയിട്ടില്ല. 13.5 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാ വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റ വന്നിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി കളറാണിത് അല്ലേ? എന്തെങ്കിലും പറയാ, എന്ത് ബ്ലൂ? സ്പാർക്ലിംഗ് ബ്ലാക്ക് എന്നതിന്റെ കളറിന്റെ പേര്. ബ്ലൂ അല്ലല്ലേ? ബ്ലൂ ബ്ലാക്ക്, സ്പാർക്ലിംഗ് ബ്ലാക്ക് അല്ലേ? ഓക്കെ ഓക്കെ, ഒരു ബ്ലൂ ഫിനിഷ് ആണ്. നമ്മുടെ ഒരു മെറ്റാലിക് ബ്ലൂ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. നല്ല ലുക്കുള്ളൊരു കളറാണ്. KL76 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. KL76 16 സോറി. ഓക്കെ, ആറ്റിങ്ങലാണ്, തിരുവനന്തപുരം ജില്ല. ഞാൻ ഇവിടെ നോക്കിയാൽ പൊട്ടുന്ന 7 ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി എങ്ങനെ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാം. 2021 മോഡൽ Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ക്രിസ്റ്റ, സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് സർവീസുള്ള, ക്ലെയിം ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, 40,000 2021 മോഡൽ Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അതിൻ്റെ സെറ്റിൻ്റെ അലോയ്സ് ഒക്കെ മാറും, നിങ്ങൾക്ക് അറിയാം. സൈസ് മാറും, എല്ലാം മാറും, ലുക്ക് മാറും. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഫൈനൽ 30 ലക്ഷം രൂപ കൊടുക്കാം. 30 lakhs. Z ഓട്ടോമാറ്റിക് ആണ്, G4 V1 അല്ല, ഏറ്റവും ടോപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് Z ഓട്ടോമാറ്റിക്കിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര കയറുമല്ലേ? 26 ലക്ഷം വരെ, 25 മുതൽ 26 വരെ. ഒരു 4 ലക്ഷം കണ്ടാൽ 4-5 ലക്ഷം സുഖമായിട്ട് ഇറക്കാൻ പറ്റും ഒരു ക്രിസ്റ്റ. അടുത്ത വണ്ടിയിലേക്ക് ടൊയോട്ട ഗ്ലാൻസ് ആണ് എടുത്തത്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനം. ഒരു ബലാനോ ഒക്കെ നോക്കുന്നവർക്കും എടുക്കാൻ പറ്റിയ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡല്, സിംഗിൾ ഓണർ, ഗ്ലാൻസയുടെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് V നിറവിലുണ്ട്. ഏറ്റവും ടോപ്പിന്റെ വേരിയന്റാണ് 2019. അതെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. മൈലേജ് ഒരു 11 to 15 ഉള്ളിലല്ലേ? ഓട്ടോമാറ്റിക് കിട്ടുന്നുണ്ട്. 13-14 കിട്ടുന്നുണ്ട്. ഓക്കെ, ക്ലെയിം അങ്ങനെ ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ഉള്ള നല്ല വണ്ടി, പ്രോപ്പർ സർവീസ് ആണ്. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ 7,75,000 കൊടുക്കും. 7.25 ലക്ഷം. 2019 ഓട്ടോമാറ്റിക് ഗ്ലാൻസയാണ്, V ഓപ്ഷൻ, ഏറ്റവും ടോപ്പിന്റെ വാഹനം. ഒരു 6.25 ലോൺ കിട്ടും. വളരെ കണ്ട് ഇറക്കാം, ഏകദേശം 1.25 കണ്ടാൽ ഇറക്കാൻ പറ്റിയ ഒരു ഹാഷ് ബാക്ക് വാഹനമാണ്, പ്രീമിയം ഹാഷ് ബാക്ക് വാഹനം. അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇതാ വീണ്ടും ഒരു താർ വന്നിരിക്കുകയാണ്. KL56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതും ബ്ലാക്ക് താർ തന്നെ, ടോപ്പ് എൻഡ് അല്ല? അതായത് ടോപ്പ് എൻഡിൽ പെട്രോൾ ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ്, 4x4 ഹാർഡ് ടോപ്പ് ഫുൾ ഓപ്ഷൻ പെട്രോൾ. കിലോമീറ്റർ 60,000 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ്. മോഡല് 2021 മോഡലുള്ളൂ, 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ, നേരത്തെ സെയിം പറഞ്ഞ. അതെ, നേരത്തെ 21 മോഡൽ മാനുവലായിരുന്നു. ഓക്കെ, ഇത് രജിസ്ട്രേഷൻ 22 ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ,
60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ. അതെ. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലില്ല. പുതിയ ടയർ ഇട്ടിട്ടുണ്ട്, ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ? പ്രൈസ് നമ്മൾ 13.15 ലക്ഷമാണ്, ഫൈനൽ 13 രൂപ കൊടുക്കാം. 13 ലക്ഷത്തിന് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന ഓട്ടോമാറ്റിക് പെട്രോൾ 4x4 താർ ഹാർഡ് ടോപ്പ്, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഹാർഡ് ടോപ്പ് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒരു 12 ലക്ഷം ലോൺ കിട്ടും. ഇന്നത്തെ അവസാനത്തെ വാഹനം ഫോക്സ് വാഗൺ ടൈഗോൺ KL 18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡല് ടൈഗോണിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് 1.5 GT TSI ഓട്ടോമാറ്റിക് ടോപ്പിന്റെ 2022 വാഹനമാണ്. DST ആണ് ഇതിൽ വരിക. 1.5 DST ആണെന്ന് തോന്നുന്നു. 1.5 DST ആണ്. ഓക്കെ, ടർബോ, നല്ല പവർഫുൾ എഞ്ചിനാണ്. ടൈഗോൺ ഉപയോഗിക്കണം, 1.5 ഉപയോഗിക്കണം. പെർഫോമൻസ് കിട്ടണമെങ്കിൽ അത് ഉപയോഗിക്കണം. അപ്പോൾ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ അത്രയും പെർഫോമൻസ് വേറൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? 1.5 DST TSI. ഓക്കെ, കിലോമീറ്റർ 25,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. നമ്മളെ വീഡിയോയിൽ അധികം ആൾ ചോദിക്കാനുള്ള അധികം ഓണർഷിപ്പ് സെക്കൻഡ് വരുന്നത്. നമ്മളെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മുടെ അടുത്ത് വണ്ടി വാങ്ങും, 2 വർഷം ഉപയോഗിക്കും, അല്ല 1 വർഷം ഉപയോഗിക്കും, നമുക്ക് തന്നെ അടുത്ത വണ്ടി വാങ്ങും. ഒരുപാട് നമുക്ക് ഇങ്ങനെ സ്ഥിരം കസ്റ്റമേഴ്സ് 10-25 വർഷമായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതിലൊരു പെട്ട കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്ന വണ്ടിയാണ്. ഞാൻ ഈ വണ്ടി 2023 5000 കിലോമീറ്റർ ആയപ്പോൾ മേടിച്ചായിരുന്നു. അപ്പം നമ്മളൊരു സുഹൃത്തിന് കൊടുത്തു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പോകുന്ന എൻ്റെ താറ് കണ്ടപ്പോൾ താറ് എടുത്തു, ഇതെനിക്ക് തന്നു. അപ്പോൾ സെക്കൻഡ് ഓണർ ആയതാണ്. അതേപോലത്തെ കേസുകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. നമുക്ക് തന്നെ അറിയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസിങ് വന്നിട്ട് 16,30,000 രൂപ കൊടുക്കാം. 16,30,000 2022 GT TSI 1.5 ടൈഗോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 15 വരെ എന്തായാലും ലോൺ കിട്ടും. 15 കിട്ടും. 1.30 കണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പാക്ട് SUV വാഹനമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ സ്റ്റോക്ക് കുറച്ച് പാർട്ട് 3 ആണെങ്കിൽ വരുമോ? വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 10 വണ്ടിയിലധികം കാണിക്കാണ്ട് ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഇത് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വീണ്ടും ചെയ്താണ് എന്തായാലും വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ തന്നെ ഷെയർസ് കൊടുക്കുക. ആർക്കാണ് വാഹനം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയില്ല. മാക്സിമം ഷെയർസ് കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഞങ്ങൾക്ക് ഉപകാരപ്പെടും. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഷെയർക്കാൻ നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു.